ഞങ്ങളുടെ ബ്രദർഹുഡ് റൈഡ് നമ്മുടെ കൊടൈക്കനാൽ വെച്ചാണ്. അപ്പോൾ ഈ പ്രാവശ്യം റൈഡ് പോകാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം റൈഡ് കഴിഞ്ഞ് നമ്മുടെ SD കയറിയിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി ഇറക്കി ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, സർവീസ് ചെയ്യണം, അത്യാവശ്യം കാര്യങ്ങൾ വല്ലതും ഉണ്ട് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടി ഇറക്കുക. അതേപോലെ തന്നെ ഈ ബ്രദർഹുഡിൻ്റെ ഞങ്ങൾ 3 ദിവസത്തെ ട്രിപ്പാണ്. ഈ 3 ദിവസത്തെ ട്രിപ്പിൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ യാത്ര തിരിച്ച് ഞങ്ങൾ പല ജില്ലയിൽ നിന്നും ആൾക്കാരുണ്ട്, എല്ലാവരും കൂടെ ഒന്നിച്ചുള്ള ഞങ്ങളുടെ 3 ദിവസത്തെ യാത്ര. അതൊരു വലിയ രസം തന്നെയാണ്. എല്ലാ വർഷവും ഉള്ളതാണ്. കഴിഞ്ഞ വർഷം എനിക്ക് റോഡ് കിങ് ഓടിക്കാൻ പറ്റിയില്ല. അപ്പോൾ പക്ഷേ റോഡ് കിങ് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ, വേറൊരാളായിരുന്നു ഓടിച്ചത്. അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ റോഡ് കിങ് ഓടിക്കാമെന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ റൈഡ് കഴിഞ്ഞ് കയറിയിരിക്കുകയാണ്. ഇനി നമ്മൾ വണ്ടി ഒന്ന് ഇറക്കി വെളിയിൽ ഇറക്കി എല്ലാം ഒന്ന് കഴുകി സർവീസ് ചെയ്ത് അപ്പോൾ ഞങ്ങളുടെ SD റൈഡ് കൊടൈക്കനാൽ വെച്ചിട്ടുള്ള പരിപാടി എങ്ങനെയാണ് നിങ്ങളെ കാണിച്ചു തരാം. ഇനി പൂപ്പലുണ്ടോ? ഇതേ കംപ്ലീറ്റ് പൂത്ത് നാശമായി, സമയം കിട്ടാഞ്ഞുകൊണ്ട് ഓടിക്കാഞ്ഞത്. ഇനി സർവീസ് സ്റ്റേഷനിലോട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് അത്യാവശ്യം മെയിൻ്റെനൻസ് ചെയ്യണം. അപ്പോൾ നല്ല ഓഫ് റോഡൊക്കെ കാണുമെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഓഫ് റോഡ് ഓടാൻ വേണ്ടി മാത്രമേ ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ പല പല അപ്ഡേഷൻ ചെയ്തേക്കുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ്. ഇപ്പോൾ സസ്പെൻഷൻ ചേഞ്ച് ചെയ്തതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വണ്ടിയിൽ മാറ്റങ്ങൾ വരുത്തുക. ആവശ്യമില്ല ഒരേ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ല. ഇത് ഓൺ റോഡ് ഓഫ് റോഡിന് വേണ്ടി നമ്മൾ തന്നെ സെറ്റ് ചെയ്ത എൻ്റെ റോഡ് കിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓട്ടോ ഒക്കെ എങ്ങനെയാണ് നിങ്ങളെ കാണിച്ചു തരാം. ഇതെങ്ങനെ ഓടുന്നതും ഇതിൻ്റെ ഇവൻ മല കയറാനൊക്കെ നല്ല മിടുക്കനാണ് ഇവൻ. അതാണ് നമ്മുടെ റോഡ് കിങ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 2 പേരായിരുന്നു, ഒരാളെയും കൂടെ വെച്ചുകൊണ്ടാണ് ഇത് മല കയറിയത്. അപ്പം നല്ല രീതിയിൽ തന്നെ കയറി ഇറങ്ങി എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ വണ്ടിക്ക് ഒരു ചെറിയ ക്ഷീണം. അപ്പം കുറച്ച് പരിപാടിയൊക്കെ ചെയ്തിട്ട് നമ്മളിപ്പം റൈഡ് സ്റ്റാർട്ട് ചെയ്യും. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ റൈഡ് പ്രാവശ്യം നേരത്തെ ഇറങ്ങുവാണ്. റാന്നി ചെന്നിട്ടാണ് നമ്മുടെ യാത്ര. ഇവിടുന്ന് നേരെ ബസ് ഞാനും ജിതിനും ഉണ്ട്. ഇവിടുന്ന് ഞാനും ജിതിനും കൂടെ റാന്നി ഫിലിപ്പിൻ്റെ അടുക്കെ ചെന്നിട്ട് അവിടെ സ്റ്റേ അടിച്ചിട്ട് പിന്നെ ഇറങ്ങാമെന്നാണ് പ്ലാൻ. പിന്നെ ബാക്കിയുള്ള നമ്മുടെ ടീം റയർ എഞ്ചിൻസ്, ഞങ്ങളുടെ ടീം കുറച്ച് പേരുണ്ട്. അവർ ഓച്ചറയിൽ അടുത്ത ടീം, അവരെല്ലാം കൂടെ സെറ്റായിട്ട് അവർ ഇറങ്ങും. ഞങ്ങൾ സെപ്പറേറ്റ് ആണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ റോഡ് കിങ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. എല്ലാവരും വിചാരിക്കും 1 വർഷം കയറ്റി വെച്ച വണ്ടി എങ്ങനെ സ്റ്റാർട്ടാകുമെന്ന്. അതൊക്കെ സ്റ്റാർട്ടാകും. ഇതൊക്കെ സ്റ്റാർട്ടാക്കേണ്ട കുറേ രീതികളുണ്ട്. നമ്മുടെ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ സ്റ്റാർട്ട് ചെയ്താൽ മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ കാണും. പക്ഷേ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വർക്ക്ഷോപ്പ് വരെ കൊണ്ടുപോകാം. അല്ല, അത് ജിതിന് ചെയ്യാൻ പറ്റുമോ? എന്നാ എൻ്റെ ജിതിനൊരു കാര്യം, ഇത് വലിയ ലീക്കുണ്ട്. പെട്രോളിൻ്റെ ട്യൂബ് മാറണം. പെട്രോൾ ട്യൂബ് പോയി. സ്റ്റാർട്ടൊക്കെ ആകുന്നേ. അതിന് വാട്ടർ സർവീസ് ചെയ്യണം. പിന്നെ ഓയിൽ പറ്റുമെങ്കിൽ ഓയിൽ മാറണം. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ വൈകിട്ട് 6 മണിയാകുമ്പോൾ തിരിക്കും. അങ്ങനെ നമ്മൾ സർവീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കഴുകാനായിട്ട്. അപ്പോൾ നമുക്ക് എടുത്തപ്പം ചെറിയ മിസ്സിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സാധാരണ എല്ലാ പ്രാവശ്യം ഇങ്ങനെയാണ്. ഞാനങ്ങനെ വർക്ക് ചെയ്യാറില്ല എൻ്റെ വണ്ടിയിൽ. 7 വർഷം മുമ്പേ ഒന്ന് ഞാൻ അഴിച്ചൊന്ന് റീസെറ്റ് ചെയ്ത, പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ കേബിളുകൾ പോലും മാറിയിട്ടില്ല ഇന്നേ വരെ. അപ്പോൾ അതിൻ്റെ സസ്പെൻഷൻ ഓയിൽ സീലൊക്കെ കണ്ടില്ലേ,
ഒരു ശകലം ലീക്കില്ല. ഇത്രയും വർഷമായിട്ട് ഈ ഓയിൽ സീൽ പൊട്ടാത്തതിൻ്റെ ഒരു മെയിൻ കാരണം ഇതിൻ്റെ ഡ്യുവൽ ഡിസ്ക് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ഡ്യുവൽ ഡിസ്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓയിൽ സീൽ പൊട്ടാൻ ചാൻസ് ഇല്ല. ഒരേപോലെ നമുക്ക് ഷോക്കിൻ്റെ ആക്ഷൻ വരുന്നത്. നമുക്ക് ഒരു സൈഡിലാണെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്തായാലും ആ സൈഡിൽ ലോഡ് വന്നിട്ട് മിക്കവാറും എല്ലാവരെയും ഈ ഡിസ്കിൻ്റെ പ്ലേറ്റ് വരുന്ന പോർഷനിലാണ് ഈ സീല് പോകാറുള്ളത്. ഇതിനങ്ങനൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ സസ്പെൻഷൻ അത്രയ്ക്ക് കറക്റ്റായിട്ട് ചെയ്തിട്ടേക്കുന്നുണ്ട് ഇതിൻ്റെ സീലോ കാര്യങ്ങളൊന്നും അങ്ങനെ പോകാറില്ല. 220 പ്രത്യേകിച്ച് ഇച്ചിരി സ്ട്രോങ് ആണ് കാര്യങ്ങൾ, സീലും കാര്യങ്ങളൊക്കെ ഒക്കെയാണ്. പിന്നെ അതേപോലെ അതേ സസ്പെൻഷൻ നമ്മൾ ചേഞ്ച് ചെയ്തേക്കുന്ന അവഞ്ചറിൻ്റെ ഷോക്കാണ് ഞാൻ എൻ്റെ വണ്ടിക്ക് ചെയ്തേക്കുന്നത്. ഇത് ഓൺ റോഡ് ഓഫ് റോഡിന് വേണ്ടി ചെയ്തേക്കുവാണ്. പിന്നെ ഇതിൻ്റെ ഓടുന്ന വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാൻ പറ്റുമെങ്കിൽ മാക്സിമം ഞാൻ കാണിക്കാം. ഇപ്പം വണ്ടി സർവീസ് ചെയ്യട്ടെ. നമ്മുടെ പാലത്തിലുള്ള സർവീസ് സെൻ്ററിൽ തന്നെയാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത്. ഇനി സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആക്കി കാണിക്കാം. അങ്ങനെ നമ്മൾ സർവീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് നമ്മൾ നടന്ന് നമ്മുടെ ഗ്യാരേജിലോട്ട് പോവുക. ഇനി അടുത്തത് നമുക്ക് ടൂൾസ്, നമ്മുടെ റൈഡിന് പോകുമ്പോൾ കൊണ്ടുവന്ന ടൂൾസ് നമ്മൾ നമ്മുടെ ഗ്യാരേജിൽ ആവശ്യത്തിന് എടുത്ത്, അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റൈഡ് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ഒരു ടൂൾസ് എടുക്കാറുണ്ട് കുറച്ച്. അപ്പോൾ നമ്മളത് കുറഞ്ഞ ടൂൾസാണ് നമ്മളത് മേടിക്കാറുള്ളത് നമുക്ക് അത്യാവശ്യ ഉപയോഗത്തിന് വേണ്ടി. അപ്പോൾ ഇന്നപ്പോൾ അത് വാങ്ങിക്കാൻ നമ്മൾ പോകണം. സാധാരണ ഇങ്ങനെയുള്ള സർവീസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് വൃത്തിയാക്കി നമ്മൾ. പിള്ളേരെ ഓക്കെ അല്ലേ? SD-യുടെ കാര്യം, അപ്പോൾ ഇവിടുത്തെ കാര്യം ഡബിൾ ഓക്കെ അവന്മാർ ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ നമുക്കൊന്നും നോക്കാമല്ല. അപ്പം ഇറങ്ങിയ ഞാൻ വിളിക്കാം ഇടയ്ക്ക് കേട്ടോ. സ്റ്റുഡിയോയുടെ വർക്ക് ഏകദേശം തീരാറായി. ഇവിടെ കഴിഞ്ഞാൽ നമ്മുടെ ഇനാഗ്രേഷൻ തന്നെ കാണുന്നതായിരിക്കും. അതേപോലെ നമ്മൾ ഇവിടുന്ന് നമ്മുടെ വണ്ടിക്ക് 220 ഓയിൽ മേടിക്കുന്നത്. അപ്പം നമ്മൾ മാക്സിമം ലോങ് റൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പമ്പിൽ നിന്ന് കിട്ടുന്ന ഓയിലല്ല, 220 ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. അതും കാസ്ട്രോളിൻ്റെ 220 ഓയിൽ. അപ്പോൾ നമുക്ക് വേണ്ടി ഇവിടെ എടുത്ത് വെച്ചതാണ്. ഇപ്പോൾ നമുക്കിവിടെ വർക്കുള്ളത് കൊണ്ട് കൂടുതലും ആൾക്കാർ ഇപ്പം ബൈക്കിനൊക്കെ ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ട്. പിള്ളേച്ചാ 220 ഓയിൽ ഉണ്ടോ നമ്മുടെ കാസ്ട്രോള്? ഇതാണ് വേണ്ട. ഇവിടെ ഇതിനകത്ത് ഏറ്റവും കൂടുതലിരിക്കുന്നത് കാസ്ട്രോളിൻ്റെ 220 ഓയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ 2 സ്ട്രോക്ക് ബൈക്ക് എന്തോരം ഉണ്ടെന്ന് ആലോചിക്കണേ. എനിക്ക് ഒരു അരയുടേതാ ഒരെണ്ണം കൊടുത്താ. ഇതാണ് സാധനം കേട്ടോ. നമ്മുടെ ഇത് ഒഴിച്ച് ഓടുന്നവർക്കറിയാം ഇത് വണ്ടിയുടെ സ്മൂത്ത് എത്രയാണ്. 2 സ്ട്രോക്കിന് ഏറ്റവും സൂപ്പർ ഓയിലാണ് കേട്ടോ ഈ 220 ഓയിൽ, ഈ കാസ്ട്രോളിൻ്റെ. ഇത് ലോങ് റൈഡ് ചെയ്യുമ്പോൾ ഇത് മാത്രം ഒഴിച്ച് ഓടിക്കാമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇതിനകത്തുള്ള വ്യത്യാസം. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പിലെത്തി. നമ്മളിപ്പോൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുകയാണ്. ഫുൾ ടാങ്ക് പെട്രോൾ നമ്മൾ കണക്ക് കൂട്ടി അടിക്കും. ഫുൾ ടാങ്ക് പെട്രോളിൻ്റെ കൂടെ നമ്മുടെ 1 ലിറ്റർ ഓയിലൂടെ മിക്സ് ആകുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ലിറ്ററിന് 40 വെച്ചാണ് ഞാൻ ഒഴിക്കുന്ന ഓയിൽ കേട്ടോ. 40 വേണ്ട 30 ഓയിൽ മതി. പക്ഷേ 40 വെച്ച് ഞാൻ ഒഴിക്കാറുണ്ട്. ലോങ് റൈഡ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ശകല സ്മോക്ക് കാണും, അത്രേ ഉള്ളൂ. എങ്കിലും വണ്ടി നമുക്ക് എൻജിൻ സേഫായിട്ടിരിക്കും. അതെ അവിടെ ഇരിപ്പുണ്ട്. അത് 1 ലിറ്റർ ഉണ്ട്. എനിക്ക് ഒരു മിനിറ്റ് അളക്കുന്നതിന് മുമ്പേ നമ്മുടെ ടൂൾസ് കിറ്റെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആകെ എടുക്കുന്ന ഇതാണ് കിറ്റ്. പക്ഷെ ഇന്നവരെ നമ്മുടെ വണ്ടിക്ക് അങ്ങനെ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് പണിയാൻ വേണ്ടി മാത്രമല്ല എടുക്കുന്നത്. അപ്പോൾ ഇത്രയും പേര് പല സ്ഥലങ്ങളിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് വരെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത്. ആരെങ്കിലും ഒന്ന് വഴിയിലായിപ്പോയാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും. നമ്മൾ അങ്ങനെ ഹെൽപ്പ് ചെയ്താണ് നമ്മൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞതും പണി ചെയ്യാൻ പഠിച്ചതും. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമുക്ക് ഗുരു ഇല്ലെന്ന് നമ്മുടെ ഈ ഒരു ഫീൽഡിൽ. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഓടിച്ച അനുഭവങ്ങളാണ് നമ്മുടെ ഗുരു. മറ്റുള്ളവർ വഴി കിടക്കുമ്പോൾ പല കംപ്ലൈൻറ്റ്, അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ കിട്ടി. അതിൽ നിന്ന് കിട്ടിയ പാഠങ്ങളാണ് നമുക്ക് വണ്ടികൾ പണിയാൻ പറ്റിയത്. പാപ്പു 2 ദിവസം എന്തോ ചെയ്യും? പാപ്പുന് ഭയങ്കര സങ്കടമാണ് 2 ദിവസം കണ്ടില്ലെങ്കിൽ. ഇല്ലേ പാപ്പു? ഒരു ഐസ്ക്രീം മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് റെഡിയാവും. ഒരു ഐസ്ക്രീമിനകത്ത് തന്നെ ഒതുങ്ങിക്കോളും ആള്. ഓക്കെ പാപ്പു, അവിടെ ബാഗൊക്കെ വെക്കാനുണ്ട്. നീ വേഗം ഇറങ്ങാം അതിൽ നിന്ന്. 6 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ 6 മണി സമയം എന്തായെന്നറിയാമോ? ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ഞാൻ റെഡിയായി നേരത്തെ ആയിരിക്കും. എല്ലാവരും വരുമ്പോൾ 3 മണിക്കൂറല്ല 5 മണിക്കൂറെങ്കിലും കഴിഞ്ഞേ വരത്തുള്ളൂ. താമസിച്ച് വന്നാൽ ഇവന് എന്തെങ്കിലും ചെറിയൊരു പണിഷ്മെന്റ് കൊടുക്കണ്ടേ? ഇതിന്റെ പെട്രോൾ ട്യൂബ് ലീക്ക് അതൊന്ന് മാറിയിട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങാൻ പോവാണ്. അപ്പോൾ ജിതിൻ പെട്രോൾ ട്യൂബൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ജിതിൻ്റെ വണ്ടി ഇതാണ് കേട്ടോ. കഴിഞ്ഞ വർഷം നമ്മുടെ റോഡ് കിങ്ങിലായിരുന്നു. ഇപ്രാവശ്യം ജിതിന് സ്വന്തമായിട്ട് വണ്ടിയായി. അപ്പോൾ ജിതിൻ്റെ സ്വന്തം വണ്ടി, ഒരു വണ്ടി വാങ്ങി അന്ന് തന്നെ റീബിൽഡ് ചെയ്ത് അതിലാണ് വരുന്നത്.
അപ്പോൾ ഇതിൻ്റെ CD ചെയ്ത വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ CD അതിനകത്തിരിക്കുന്നത്. CD വെച്ചതിന് ശേഷമുള്ള ഫസ്റ്റ് ലോങ് റൈഡാണ്. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോകണം. ഇനി റാന്നി എന്നിട്ടുള്ള വിശേഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇനി റാന്നിയിലുള്ള വിശേഷങ്ങൾ ചേർത്ത് അടുത്ത ദിവസം ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാം. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.